എന്താ മോനെ ആലോചിക്കണത്? ഒന്നുമില്ല. അനന്തുവിനെ കുറിച്ചാണോ? എനിക്കന്നേ മനസ്സിലായിട്ടുണ്ട്. ആര് പോയാലും അമ്മയുടെ സങ്കടം ഒന്ന് തന്നെയാ മോനെ. അമ്മേ, എനിക്ക് രക്ഷപ്പെടാം കരുതിക്കൂട്ടി ഞാൻ അവനെ കൊല്ലിച്ചതാണ് തോന്നുന്നു അമ്മയ്ക്ക്. അമ്മയ്ക്ക് അറിയണം എന്റെ പ്രാണസങ്കടം. രാമപാദം ചേരണേ മുകുന്ദ രാമ 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 രാമപാദം ചേരണേ. ഹലോ, വിളിക്കാട്ടോ. എന്താ ഫോണ്? രാമപാദം ചേരണേ. ഹലോ, ആ അനന്തകൃഷ്ണൻ, വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ഒന്ന് അനക്കടോ. ചെക്ക് വെച്ചിരിക്കുക. എന്താ ചെക്ക് വെച്ചിരിക്കാന്ന്? എങ്ങടാ ഈ നേരത്ത്? അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം. അതെങ്ങടാന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ ഒരു കുഴപ്പം വരാൻ? ഇയാൾ പോയിട്ട് വാ. ആവശ്യമില്ലാത്ത കാര്യത്തിന് ഉടക്കൊണ്ടാക്കുന്ന സ്വഭാവം നിർത്തേണ്ട നായരെ. ഞാനിപ്പോ എന്തൊടക്കുണ്ടാക്കിന്നാ താൻ പറയണേ? അത് പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ല എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ കുഴപ്പം. ഓഹോ, ഇതാണ്. അപ്പൊ അതാ കാര്യം. തോക്കാറാവുമ്പോഴത്തെ പതിവായത്. അത് തന്നെ. എന്താ സ്റ്റേഷനിൽ നിന്ന് SI വിളിച്ചത്? അഖിലെ കാണാനില്ല. മംഗലാപുരത്തുനിന്ന് അനന്തുവിനെതിരെ ആരോ കേസ് കൊടുത്തിട്ടുണ്ട്. എന്തിന് അറിയില്ല, കൂടുതലൊന്നും പറഞ്ഞില്ല. ഞാനും വരുന്നു. അപ്പോ ബ്രദറിന്റെ ഡെഡ് ബോഡിയുമായി അഖില അലക്സ് വീട്ടിൽ വന്നു. അപ്പോഴാണ് നിങ്ങൾ പരിചയപ്പെടുന്നത്? അല്ല, കുറെ മുമ്പ് ഞാൻ കിച്ചുവിനെ കാണാനായിട്ട് മംഗലാപുരത്തിന് പോയിരുന്നു. അപ്പോഴേ പരിചയം. ബ്രദറിന്റെ മരണശേഷം അവർ കുറച്ചു ദിവസം നിങ്ങളുടെ കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഐ മീൻ നിങ്ങളുടെ വീട്ടിൽ. നിങ്ങൾക്ക് അവളെ അവിടെ താമസിപ്പിക്കേണ്ട കാര്യം? ഈ മനുഷ്യത്വന്നൊരു സംഗതി ഉണ്ടല്ലോ, അവർക്ക് വേറെ ആരും ഇല്ല അടുത്ത ബന്ധുക്കളായിട്ട്. നിങ്ങളൊന്ന് പുറത്തേക്ക് ഇരിക്കണം മിസ്റ്റർ. ഈ പരാതി കൊടുത്തിരിക്കുന്ന കുഞ്ഞമ്പുവിനെ നിങ്ങൾക്കറിയില്ലേ? ഇല്ല. അയാൾക്ക് നിങ്ങളെ അറിയാമെന്നാണല്ലോ ഇതിലെ സൂചന. എനിക്കറിയില്ല. ബ്രദർ മരിച്ച ദിവസം, അതായത് മാർച്ച് 20 നിങ്ങൾ വീട്ടിലില്ലായിരുന്നു അല്ലേ? ഞാൻ ബാംഗ്ലൂരിന് പോയിരുന്നു. എന്നാ ബാംഗ്ലൂർക്ക് പോയത്? തലേ ദിവസം 19. ബൈ ട്രെയിൻ? ഒരു ഫ്രണ്ടിന്റെ കാറിലാ പോയത്. സക്കറിയാട്. സക്കറിയ ബാംഗ്ലൂരിലുള്ള ആളാണോ? അതെ, സ്റ്റേറ്റ്സിലേക്ക് മടങ്ങിപ്പോയി. അവിടെയാ ജോലി. എന്തായി? ആരെ കുഞ്ഞമ്പു? തനിക്കറിയോ? അറിയാം. जो नींद अधूरी रह जाए फुटपाथों पे पूरी होती है, जो कोई ठीक न कर पाए क्या वक्त की ऐसी ഇവൻ ഉസ്താദ് പാട്ടിൽ വേറെ ചില പൊടിക്കൈകളൊക്കെ ചേർത്തിട്ടുണ്ടല്ലേ? മതി, അധികം സ്മാർട്ട് ആവണ്ട. ജീവൻ വലിയ ചൂടിലാണല്ലോ. അഖിലയുടെ അവളെ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കാന്ന് എനിക്കറിയാം. അത്രേ ഉള്ളോ? ഉസ്താദ് പാടിക്കോളൂ, ഞങ്ങൾ അപ്പുറത്തിരുന്ന് സംസാരിക്കാം. ഇവിടെ പോറ്റി. ഓ, ജീവൻ അഖിലെ തിരക്കി വന്നതാ. അത് നന്നായി, വേണ്ടതാണല്ലോ.
ഞാനാണ് ഇതിന് പിന്നിലെന്ന് ജീവൻ എങ്ങനെ മനസ്സിലായി? കുഞ്ഞമ്പൂത്രയല്ലി ബർക്കേളി. അനന്തകൃഷ്ണന്റെ പേര് കേസ് കൊടുത്ത കുഞ്ഞമ്പൂവിനെ ജീവൻ അറിയില്ലല്ലോ. എന്റെ കുശിനിലുള്ള ആളാ. ആ കുഞ്ഞമ്പൂ, ഇദ്ദേഹത്തിനൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് വിളിപ്പിച്ചതാ. ഇവിടുത്തെ കമ്മീഷണറാ, വലിയ ആളാണ്. കുഞ്ഞമ്പൂവിന് കാതല്പം കമ്മിയാ, എഴുത്തും വായനയും ഒന്നും അറിഞ്ഞൂടാ. ഇങ്ങനൊരു കേസ് കൊടുത്ത വിവരം കുഞ്ഞമ്പൂവിന് പോലും അറിയില്ല. ഞാൻ കാണിച്ചു കൊടുത്തടത്തൊരു വിരലടയാളം, അത്ര തന്നെ. എന്നാ കുഞ്ഞമ്പൂ പോയിക്കോ. മംഗലാപുരത്തുള്ള ഏതോ ഒരു കുഞ്ഞമ്പൂ അഖിലെ കാണാനില്ലെന്നും പറഞ്ഞ് കേസ് കൊടുത്തു. അനന്തകൃഷ്ണന്റെ കുഞ്ഞമ്പൂവിനെ അറിയില്ല, ജീവനും അറിയില്ല. അപ്പൊ കുഞ്ഞമ്പൂ എന്റെ ആളാണെന്ന് ജീവൻ എങ്ങനെ അറിഞ്ഞു? അവൻ പറഞ്ഞു കിഷൻ. എനിക്ക് അനന്തകൃഷ്ണനെ പരിചയമുണ്ട്. അയാൾ എന്നെ വിളിച്ച കാര്യം പറഞ്ഞു. നിങ്ങളുടെ ഈ വൃത്തിയിട്ട കളികളെന്ന് പറയാത്തൊരു പാവം കോളേജ് അയാള്. സോ ഇത് ജീവന്റെ സ്വന്തം ബുദ്ധി തന്നെ. പക്ഷെ ജീവൻ ഈ ലെക്ചർ കോളേജിൽ ലോങ് ലീവിലാണ് അല്ലേ? അല്ലെങ്കിലും മംഗലാപുരത്ത് കൂലിക്ക് കയ്യും കാലും വെട്ടാൻ നടക്കുന്നവ എങ്ങനെയാ ബോട്ടണി പഠിപ്പിക്കുന്നത്? ജീവൻ ഇനി സംശയം ഉണ്ടേ കേട്ടോളൂ. ഹോളി നടക്കുന്ന ദിവസം, അതായത് 20-ാം തീയതി, അനന്തകൃഷ്ണൻ ബാംഗ്ലൂർ ആയിരുന്നാണ് ഒറ്റപ്പാല എസ്ഐയോട് പറഞ്ഞത്. 19-ാം തീയതി ഒരു ഫ്രണ്ടിന്റെ കാറിലായിരുന്നു അത്ര യാത്ര. എന്നാൽ 19-ാം തീയതി മംഗലാപുരം മെയിലിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ അനന്തകൃഷ്ണൻ ഉണ്ടായിരുന്നു. PNR നമ്പർ വേണേ പറഞ്ഞുതരാം. എന്തിനായിരിക്കും ജീവ അനന്തകൃഷ്ണൻ എസ്ഐയോട് കള്ളം പറഞ്ഞത്? കളവ് പറയുന്നത് തെറ്റല്ലേ? നിന്റെ വഴികളെല്ലാം കൃത്യമായിരുന്നു. മുഹമ്മദ് ഇബ്രാഹിം, മഹേന്ദ്ര റെഡ്ഡി, കിഷൻ. ഇനി മതിയാക്കാം, അതാവും ബുദ്ധി. അയ്യേ, നിനക്കിപ്പോഴും എന്നോടുള്ള പേടി മാറിയില്ലല്ലേ മോളെ? ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കാതെ. നീ ശരിക്ക് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലെന്ന് കുഞ്ഞമ്പൂ പറഞ്ഞു. കഷ്ടമല്ലേ മോളെ അത്? മോളെ വിഷമിക്കണ്ട. കിഷൻ സ്നേഹമുള്ളവനാ, അവൻ നിന്നെ തേടി വരും. ഇനി അവൻ സ്വമേധയാ വന്നില്ലെങ്കിൽ ഓഞ്ചി വരുത്തും. മോള് ധൈര്യമായിട്ടിരിക്കേ. വെറുതെ എന്തിനാ പാവത്തിന്? അവൻ നമ്മൾക്കൊരു ദ്രോഹം ചെയ്യില്ല. അവൻ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് നോവിച്ചിട്ടുണ്ട് ഞാൻ. ഓർത്തിരിക്കാത്ത നേരത്ത് അവൻ വന്ന അപകടമാണ്. ഞാൻ ഒരുക്കി വെക്കുന്ന കളത്തിലേക്ക് വരാവൂ. ചില കണക്കുകളൊക്കെ ഗോവഞ്ചിക്കും തെറ്റിപ്പോയി. ഞാൻ അവനെ നഷ്ടപ്പെടുത്തരുതായിരുന്നു. എന്റെ ഈ സാമ്രാജ്യത്തിന്റെ ഒരു കുമ്മായ പാളി പോലും ഇളകി പോകുന്നത് സഹിക്കില്ല എനിക്ക്. ഇതൊക്കെ ഇല്ലാതായ പിന്നെ ശ്വാസം കിട്ടില്ല എനിക്ക്. ചത്തുപോകും ഞാൻ. 2 ദിവസം കൂടി നോക്കാം. അവൻ വന്നില്ലെങ്കിൽ ഞാൻ മോളെ കൊല്ലും. അപ്പൊ എന്തായാലും വരാതിരിക്കില്ലല്ലോ.